അരമണിക്കൂറുണ്ട്. പേര് പറഞ്ഞ അസ്മൽ ലൈബ അർദൽ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇതാ ദില്ലി എത്താറായിട്ടുണ്ട്. ഫുൾ ടീം ഇവിടെ ഉണ്ട്. ഒരു കുടുങ്ങിക്കോട്ടെ, ഇതൊരു പുതിയ ഫ്രണ്ടിനെ കണ്ടാണ്. എവിടെ എല്ലാവരും ഇവിടെ സാഹിബാനെ കാണാൻ ഞാൻ നമ്മൾ ഇറങ്ങാനായിട്ടോ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഡെല്ലെത്തിന് ഇറങ്ങാൻ ഫ്രണ്ട രാത്രി ഞങ്ങൾ ദില്ലിയിലെത്തി. ദില്ലി അങ്ങനെ നോക്കുക. ക്യാമറയൊക്കെ എല്ലാവരും നോക്കുന്നത് ദില്ലിന്ന് പരിചയമുണ്ട്. കോലൊക്കെ മാറി നമ്മൾ ദില്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ദില്ലിന്ന് തണുപ്പ് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എങ്ങനെ ഉണ്ട് ഞാൻ തണുപ്പേ? എങ്ങനെയുണ്ട് പറയേ? വെറും തണുപ്പ്, ഒരു രക്ഷയില്ല. നട്ടുച്ച സമയം 2 മണി 2:30 ടൈമില് തണുപ്പ് പറഞ്ഞാൽ പെരിഞ്ഞ തണുപ്പ്, രക്ഷയില്ല. മാറൊക്കെ വാസിക തണുപ്പിന് കോട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊണ്ട് ഓരോണ് വരുന്നുണ്ട്. प्लेटफॉर्म क्रमांक 7 पर खड़ी है। ट्रेन नंबर 20946 हजरत निजामुद्दीन जंक्शन एकतानवे सुपरफास्ट एक्सप्रेस वाया कोटा जंक्शन रतलाम जंक्शन। അടിപൊളി ഇതാ റോഡിലൂടെ യാത്ര ആയിക്കൊണ്ട് നമ്മൾ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് വിശേഷങ്ങൾ വരാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കാണുക, വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. ന്യൂഡൽഹി ഫുൾ വിശേഷങ്ങളുണ്ടാവും. റെയിൽവേ ഇറങ്ങി ഇതാ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അത്യാവശ്യം കൊണ്ട് ഓടാണ്ട് റൂമിലേക്ക് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. പിന്നെ നമുക്ക് രാവിലെ തിരിച്ചു പോകുന്ന സമയത്ത് മെട്രോ ട്രെയിൻ ഉണ്ട് അതായത് നമ്മളെ കളി നടക്കുന്ന സ്ഥലത്തേക്ക്. നാളെ റിപ്പോർട്ടിംഗ് ടൈം 8 മണിക്കാണ്. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള റൂം തന്നെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കരം കൊടും ഭീകരം തന്നെ പറയാം. നമ്മളിതാ ടാക്സി അടിച്ച് പൊളിച്ച് കയറി പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ടാക്സിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നമ്മളെ കേരളത്തിൽ ഓടിക്കുന്ന ആൾക്കാർ ഇവിടെ ഒന്ന് ഓടിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കഥ.
ബാക്ക് കൊണ്ടുപോയി നിർത്താൻ കുത്തിക്കുക. ബാക്ക് താഴത്തൊക്കെ അടിയും പീട്ടിയും നായിട്ട് എന്തൊക്കെയോ നടക്കണ്ടേ, നമ്മൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അപ്പോൾ സിഗ്നലോ കാര്യങ്ങളോ ഒന്നും നോക്കാൻ എടുത്ത് പോകാൻ ആളുകൾ ഒരു ഐഡിയ ഇല്ല. നമുക്ക് സേഫായിട്ട് അവിടെ എത്തിയാൽ മതി എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഏകദേശം നമ്മളെ മുന്നത്തെ വണ്ടി ഇതാ നേരെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് നമ്മൾ വീഡിയോസ് മിസ് ചെയ്യാതെ കണ്ടോളി, കൂടെ കൂട്ടിക്കോളി. ഇതാ ന്യൂഡൽഹി വിശേഷങ്ങൾ, വെറൈറ്റി വിശേഷങ്ങൾ വന്നുകൊണ്ടിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. ഞങ്ങൾ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ താഴെ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. ബാക്കി എല്ലാവർക്കും ഒന്ന് കാണണം, മീറ്റാക്കണം. കുറച്ച് അങ്ങനത്തെ 1-2 ചുറ്റുപാടും പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ റൂമിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊന്നും കണ്ടാലോ. ഇതുണ്ടോ അടിപൊളിയായിട്ട് ഓരോ കച്ചവടക്കാർ അടിപൊളിയായിട്ടുണ്ട്. വെറൈറ്റി എല്ലാവരും കയ്യേറ്റൊക്കെ കാണിക്കുന്നു. പിന്നെ അതേപോലെ കോട്ടും കമ്പിളിപ്പുതപ്പും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടുന്ന് അങ്ങനെ നിരയായിട്ടൊരു ചേരി പോലത്തെ ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോൾ ഏകദേശം വരുന്നത്. പക്ഷേ റൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, സൂപ്പറാട്ടോ. അത് നമുക്ക് വേറെ ഒന്നും പറയാനില്ല. വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ കൂടെ കൂടിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇതുണ്ട ഒരുപാട് ഐറ്റംസ് നിങ്ങളിലേക്ക് എത്തിക്കാണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇത് തുടക്കം മാത്രമാണ്, നമുക്ക് സമയമില്ല, തുടക്കം മാത്രമാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മൾ കൂടെ കൂടണേ. മുന്നോട്ട് തന്നെ വരിക, പിന്നോട്ട് പോകരുത്. നമ്മൾ യൂട്യൂബിലുണ്ടാവും, ഫേസ്ബുക്കിലുണ്ടാവും, ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിലും ഉഷാറായിട്ടുണ്ടാവും. നമ്മളെ റൂമിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇൻട്രോ തരാം കേട്ടോ. അതാണ് നമ്മളെ റൂമിലേക്ക് നമ്മൾ എത്തിയ പാട്. റൂമിലെത്തി എല്ലാവരും ഇതാ റൂമൊക്കെ ഒന്ന് വീക്ഷിച്ചും കൊണ്ട് നിൽക്കണം. നമുക്ക് അടുത്തടുത്ത് 2 റൂമാണ്. ഞങ്ങൾ 10 പേരുണ്ട്. 10 പേർക്ക് 2 റൂമായിട്ട്, ഒരു ത്രിബിളും ഒരു ഡബിളും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇതാ ഉടനടി വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ റൂമിലെത്തി, ഇതാ ഫ്രഷായി നിൽക്കണേ. ഞാൻ കുളിച്ചിട്ടില്ല, കള്ളമടിയായിട്ട് നിൽക്കണേ. ഓരോരുത്തർ കുളിക്കാനുള്ള സെറ്റപ്പിലാണ്. തണുപ്പ് മോനെ ഒരു രക്ഷയില്ല കേട്ടോ. മാരക തണുപ്പ് പറഞ്ഞാൽ മാരക തണുപ്പാണ്. ഒരു കൊടും തണുപ്പ് ഒരു രക്ഷയില്ല. എന്താ തണുപ്പേ? ഇത് തണുപ്പാണ്. ഇപ്പം നമ്മളെ ബാക്കിയുള്ള വിശേഷങ്ങൾ ഇതപ്പം വൈത്താല വരും കേട്ടോ.